ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മളിന്നൊരു യാൺ ഷോപ്പിങ്ങിന് പോവാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇത് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് കുറച്ച് യാൺ പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പം കുറേ നാളായി നമ്മൾ ഓൺലൈനിലൊക്കെ ആയിട്ടാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു 3 നിലകളിലായിട്ട് നല്ലൊരു യാൺ ഷോപ്പുണ്ട്. യാൺ കാട്ട് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ബാംഗ്ലൂരാണ് കേട്ടോ. ഹെബ്ബാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ യാൺ കാട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോയിലൊക്കെ പോയി ഫസ്റ്റ് നമ്മൾ എൻട്രൻസിലെത്തിയ സ്ഥലത്താണിത്. ഇങ്ങനെ യാണിങ്ങനെ കുത്തി നിറച്ച് ഈ ഒരു റൂം ഫുള്ളായിട്ട് എല്ലാ തരത്തിലുള്ള യാൺസ് ഉണ്ട് ഇവിടെ. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കാം കേട്ടോ. ഞാൻ കുറേയധികം യാൺസ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് യാൺസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രോഷയ്ക്ക് യൂസ് ചെയ്യുന്ന ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആൾക്കാർ ഞാൻ പോയ സമയത്ത് വേറെ കസ്റ്റമറിനൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചധികം സമയം കിട്ടി കുറേയധികം വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ലേറ്റ് ആവുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതന്നെ എഡിറ്റിങ്ങിന് ഒരുപാട് സമയം എടുക്കുന്നതാണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ വരാത്തത്. നമ്മൾ വഴിയെ ഓരോരോ ക്ലാസ്സായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്ന പല കളറിലുള്ള ചെനലിയാണ് കേട്ടോ. ചെനലിയാണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സോഫ്റ്റ് ടോയ്സ് ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ കളർ മിക്സ് കളറും വരുന്നുണ്ട്. ഇനിയുള്ളത് ടീഷർട്ട് ആണ്. ഇത് നമുക്ക് ബാഗോ ടേബിൾ മാറ്റോ ടോയ്സ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഇതൊക്കെ നമുക്ക് കാർഡിഗൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ത്രെഡാണ്. ഇത് നമുക്ക് ശരിക്കൊരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗണിലല്ല, കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ്. ഒരു വീടാണ് ഇവർ 3 ഫ്ലോറായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് പോയത് സെക്കൻഡ് ഫ്ലോറിലോട്ടാണ്. അപ്പോൾ താഴത്തെ ഒരു ഫ്ലോറും ഉണ്ട്, ഇനി മുകളിലത്തെ ഒരു ഫ്ലോറും ഉണ്ട് നമുക്ക് കാണാനായിട്ട്. കണ്ടോ, ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മിക്സഡ് കളേഴ്സ് ആയിട്ടുള്ള യാൺസാണ് വരുന്നത്. ഇവിടെയുള്ള മിക്ക യാൺസുകളും കോട്ടനും അതുപോലെ തന്നെ സിൽക്കിൻ്റെ ഒക്കെ മിക്സാണ്. അപ്പോൾ നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ത്രെഡുകളാണ് ഈ ഒരു ബണ്ടിലായിട്ടൊക്കെ വരുന്നത്. നമുക്കിങ്ങനത്തെ ബണ്ടിലിന് യാൺ ഹാങ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ ചിലത് മേഴ്സഡൈസ്ഡ് കോട്ടൺ, അതായത് നമ്മുടെ ഫൈബർ ഒരു മിക്സ് ആയിട്ടുള്ള സിൽക്കി ടെക്സ്ചർ ആയിട്ടുള്ള മൾട്ടി കളറിൽ ഇതുപോലത്തെ എല്ലാ കളേഴ്സിൻ്റെ ഇവർ തന്നെ ഡൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പലതും അങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒക്കെ ഒരു ബണ്ടിലിന് 200 റുപ്പീസൊക്കെ ആണ് കേട്ടോ വില കുറച്ച് നമുക്ക് ആമസോണിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചധികം എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാനങ്ങനെ കുറേയധികം ഒന്നും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല. അധികവും നമ്മൾ യാണിൻ്റെ തന്നെ മാജിക് നീഡിൽ പോലത്തെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ആയിരുന്നു വാങ്ങാറുള്ളത്. ഇല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ ആയിരുന്നു ഞാൻ വാങ്ങാറുണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ എല്ലാ കളേഴ്സും ഡൈ ചെയ്തെടുത്തിട്ടുള്ള വൂലൻ ത്രെഡ്സൊക്കെയാണ് കൂടുതലും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് പല വെറൈറ്റി ഇങ്ങനത്തെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള യാൺസ്, കുറച്ചൊരു വെൽവെറ്റ് ടെക്സ്ചറുള്ള യാൺസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ കുറേ കളേഴ്സ് ഉണ്ട് ഈ ഒരു സെഷനിൽ. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ചൊക്കെ ഈ ഒരു ടൈപ്പ് വരുന്ന ലേസ് ടെക്സ്ചറായിട്ടുള്ള യാൺസ്. പിന്നെ ഇതുപോലെ തന്നെ ഇതും കോട്ടൻ്റെ തന്നെ ഒരു ടൈപ്പാണ്. അതിലെല്ലാം കുറേയധികം മിക്സ് ഉണ്ട് കേട്ടോ. 100% കോട്ടനും ഉണ്ട്, നമുക്ക് മിക്സ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. പിന്നെ അധികം ടെക്സ്ചർ ആയിട്ടുള്ള, പിന്നെ ഇതുപോലെ തന്നെ ഒരു സിൽവർ ത്രെഡ് അല്ലെങ്കിൽ ഗോൾഡൻ ത്രെഡ് വരുന്നൊക്കെ വെറൈറ്റി. ഇതൊക്കെ ഡൈ ചെയ്ത് കൊണ്ടുവന്ന കോട്ടൺ ത്രെഡ്സും അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ്സും ആണ് കേട്ടോ. ഈ ഒരു ചാക്കിലൊക്കെ കാണുന്നതൊക്കെ സിൽക്ക് ത്രെഡാണ്. കോട്ടണിനെ കമ്പയർ ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡിന് പ്രൈസ് വളരെ കൂടുതലാണ്. ക്വാളിറ്റിയുള്ള സിൽക്ക് ത്രെഡാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ഷൈനിങ് എഫക്റ്റാണ് ഇങ്ങനത്തേനൊക്കെ വരുന്നത്. ഈ ഒരു ടൂള് കണ്ട്, ഇത് നമുക്ക് യാണ് വൈൻഡിങ്ങിന് വെക്കുന്ന ടൂളാണ്. പിന്നെ അവിടെ കുറച്ച് ഇതുപോലെ ഷോളുകളും അതുപോലെ നെറ്റിങ്ങിലും ക്രോഷയിലൊക്കെ ചെയ്തിട്ടുള്ള കുറച്ചധികം മെറ്റീരിയൽസ് ഇതുപോലെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ത്രെഡൊക്കെ വെച്ചിട്ട് നമ്മൾ ബാഗൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതൊക്കെ പ്യുവർ കോട്ടണിൽ വരുന്ന ത്രെഡ്സാണ് കേട്ടോ. 4 പ്ലൈ വരുന്ന ഇങ്ങനത്തെ യാണുകൾ ഞാൻ മാജിക് നീഡിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിറ്റിങ്ങിൽ ചെയ്ത ഷോളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ചോദിച്ചപ്പം ഓൺലൈൻ ഡെലിവറി ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ എല്ലാ ഭാഗത്തേക്കും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഗൂഗിളിൽ യാൺ കാട്ട് നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമായിരിക്കും. അതിൽ ഓൺലൈൻ സർവീസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുമോ കോൾ ചെയ്തിട്ട് ആവശ്യമുള്ളവർ അങ്ങനെ ചോദിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഞാനും ആദ്യത്തെ പ്രാവശ്യമാണ് ഇവിടുന്ന് വാങ്ങാൻ വന്നിട്ടുള്ളത്. ഓൺലൈൻ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇനിയിപ്പം അത്യാവശ്യം 1-2 ത്രെഡൊക്കെ നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർന്നു പോയാൽ ആ ഒരു കളർ വെച്ചിട്ട് ഇവർക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഓൺലൈനിലൊക്കെ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റ് ടൈം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അവരുടെ കാറ്റലോഗൊക്കെ ഒന്ന് ചോദിച്ച് നോക്കട്ടോ. അപ്പോൾ അത് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സെഷനിലുള്ള ടൈപ്പാണ് ഞാൻ എൻ്റെ പ്രൊജക്ട്സിൽ അധികവും യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ആൻറ്റിപ്പില്ലയാണ്. ആൻറ്റിപ്പില്ലയാണെന്ന് പറയുന്നത് 100% പ്രീമിയം അക്രിലിക് വരുന്നതാണ് കേട്ടോ. ഇത് വർക്ക് ചെയ്യാൻ കുറച്ച് സുഖമാണ്. നമുക്ക് ഫൈബറൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല. ഇവിടെ കണ്ടോ കുറച്ചധികം വർക്ക് ഇവിടെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ പാറ്റേണിലൊക്കെയാണ് ഈ ഒരു സ്റ്റിച്ചൊക്കെ വരുന്നത് കേട്ടോ. ഇനി വരുന്നത് ചെന്നൈയിലാണ് കേട്ടോ. വെൽവെറ്റിയാണും ചെന്നൈയിലാണും വ്യത്യാസമുണ്ട്. ടോയ്സൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നതാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെൽവെറ്റ് യാണിനൊരു വെൽവെറ്റ് ടെക്സ്ചറും ചെന്നൈയിലാണ് ഒരു റഫ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷിംഗ് ആണുള്ളത്. ഈ ഒരു ടൈപ്പ് യാണൊക്കെ കോട്ടൺ ആണ്. കോട്ടണിൽ ഒരു ഷൈനിങ് എഫക്റ്റ് വരുന്ന ടൈപ്പ് വെറൈറ്റീസൊക്കെയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളിലൊക്കെ ഉള്ള സെഷനിലോട്ട് നോക്കാം. ഇത് ഈ ഒരു ഹുക്ക് എന്ന് പറയുന്നത് തുണീഷ്യൻ ക്രോഷയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് ഒരേ വിഡ്ത്തായിരിക്കും കേട്ടോ. ഭയങ്കര ലെങ്ത്തും ആയിരിക്കും ഇങ്ങനത്തെ ക്രോഷയ്ക്ക്. ഇതെല്ലാം വുഡൻ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വുഡൻ്റെ തന്നെ വലിയ ഹുക്കും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും അലുമിനിയത്തിലൊക്കെ വരുന്ന പലതരം ഹുക്കുകളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ പാക്കേജിൽ വരുന്ന നമുക്ക് 2mm മുതൽ അല്ലെങ്കിൽ 2.5mm മുതൽ ഒരു 6.5 അല്ലെങ്കിൽ 7 വരെയുള്ള ഹുക്കുകളൊക്കെ. ഇതെന്ന് പറയുന്ന ഒരു യാൺ ബൗളാണ് കേട്ടോ. നമുക്ക് യാണൊക്കെ റോളാക്കി എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലൊരു പാറ്റേൺ കണ്ടോ. ഇവിടെ നമുക്ക് യാൺ സ്ട്രാൻഡ്സ് വെച്ചിട്ട് വൈൻഡ് ചെയ്തെടുക്കാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ടോയ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വെക്കാൻ പറ്റുന്ന ഐസും നോസൊക്കെയാണ്. പിന്നെ ഈ ഒരു നീഡിലൊക്കെ ഡാണിങ് നീഡിൽ എന്നാണ് പറയുക. അപ്പോൾ യാൺസ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നീഡിൽസൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നിറ്റിങ്ങിൻ്റെ ടൂൾസാണ്. അപ്പോൾ ഇതിൽ തന്നെ പല തിക്നെസ് ഉള്ള ടൂൾസ് അവൈലബിൾ ഉണ്ട്. ഞാൻ കുറേയധികം പഠിക്കാൻ ശ്രമിച്ചിട്ടും വലിയ കാര്യമായിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇതാണ് നിറ്റിങ്. പിന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ക്രോഷ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയെന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഹുക്സ് ആണ് കേട്ടോ. വീഡിയോയുടെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമുക്ക് അക്രിലിക്കിലും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗോൾഡ് ടെക്സ്ചറിലൊക്കെ വരുന്ന ടൈപ്പ്. ഞാൻ കൂടുതലും സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം ഹുക്സാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡിലില്ലാത്ത ടൈപ്പാണ് ഞാൻ കൂടുതലായിട്ട് എനിക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ക്രോഷയുടെയും നിറ്റിങ്ങിൻ്റെയും ടൂൾസ് പല മെറ്റീരിയലിൽ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അക്രിലിക്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, അലുമിനിയം, വുഡൻ, ഇങ്ങനെ പല മെറ്റീരിയലിൽ വരുന്നുണ്ട്. അതിൽ കുറേയധികം ഇവിടെ അവൈലബിളും ആണ്. ഇതൊക്കെ സിലിക്കോൺ ഹാൻഡിൽ വരുന്ന ടൈപ്പ് ക്രോഷ്യ ഹുക്കാണ്. എനിക്ക് ചെറിയ സൈസൊക്കെ ഇത് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. വലിയ സൈസിൽ വരുമ്പം എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ യാണും ഹുക്കൊക്കെ സെലക്ട് ചെയ്യുമ്പം ഒന്നുകിൽ യാണിൽ എഴുതിയിട്ടുള്ള ഹുക്ക് സൈസ് നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഈ ഒരു സൈസ് ഹുക്ക് യാണിന് പറ്റുന്നതാണോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഓരോ ക്ലാസ്സിലായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്ന ഒരു സിന്തറ്റിക് യാണാണ് കേട്ടോ. സിന്തറ്റിക് ഗ്രാഫിയ എന്ന് പറയും. ബാഗ് മേക്കിങ്ങിന് അല്ലെങ്കിൽ ഹോം ഡെക്കർ, പ്ലേസ് മാറ്റ്, ഹാറ്റ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു റിബൺ പോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള യാണാണത്. ഇതൊക്കെ കോട്ടണിൽ വരുന്ന ടൈപ്പ് യാണാണ്. അതിൽ തന്നെ ചിലത് മിക്സഡ് കളേഴ്സ് ആയിട്ടുണ്ട്. അതിൽ ഫുള്ളായിട്ട് കളേഴ്സ് മിക്സ് ആയിട്ടില്ല. ഒരു സ്ട്രൈപ്പ് പോലെയൊക്കെ വരുന്നത്. പിന്നെ ഇതുപോലെ പ്യുവർ വൈറ്റ് കളറിലെ യാൺ. ഇതൊക്കെ മുല്ലപ്പൂവൊക്കെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഡൈ ചെയ്ത വെറൈറ്റീസാണ് ഇതൊക്കെ. ഇനി ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് മാക്രൈം കോഡാണ്. നമുക്ക് പ്ലേസ് മാറ്റ് അല്ലെങ്കിൽ ബാഗ് അല്ലെങ്കിൽ തന്നെ വാൾ ഹാങ്ങിങ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഇത് നല്ലതാണ്. കോട്ടണിലാണ് ഇത്. പ്യുവർ കോട്ടണിലാണ്. കോട്ടൺ മാക്രൈം ത്രെഡ് അല്ലെങ്കിൽ കോട്ടൺ മാക്രൈം യാൺ എന്നാണ് പറയുക. അപ്പോൾ ഇത് കിലോ കണക്കിനാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. 200 മുതൽ 1000 വരെയുള്ള റേഞ്ചിൽ വരുന്ന ത്രെഡ്സ് ഉണ്ട്. ഈ ഒരു വെറൈറ്റി ഇത്ര ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനിതിൽ കുറേയധികം ത്രെഡും പ്രൈസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ തുടക്കക്കാരാണ് അല്ലെങ്കിൽ ക്രോഷേനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ ഞാൻ ഈ പറയുന്ന കുറേയധികം കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള നൂലിൻ്റെ ഒക്കെ കാര്യങ്ങളാണ്. യാണെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്ലൈ, തിക്നെസ് ഇതൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇത്രയധികം കാര്യങ്ങൾ ഞാനിപ്പോൾ അവരുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കിയതൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇവിടെയുള്ള കോട്ടൺ ത്രെഡ് അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറേയധികം ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചതൊക്കെയാണ്. ഇതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, ബാഗ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ 3-4 എണ്ണം മിനിമം നമ്മൾ വാങ്ങിയാൽ മാത്രമേ നമുക്കൊരു ബാഗോ അല്ലെങ്കിൽ പേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാതെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പ്ലാസ്റ്റിക് പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഒരു റിബൺ ടെക്സ്ചറായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണിത്. ഇതൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉള്ള കോട്ടൺ ത്രെഡ്സാണ്. നമുക്കിത് വലിയ വലിയ പ്രോജക്റ്റിനൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ വലിയ ക്വാണ്ടിറ്റിയിൽ വരുന്നതൊക്കെ കിലോ കണക്കിലാണ് ഇവർ
തൂക്കി നോക്കിയിട്ട് പ്രൈസ് ഇടുന്നത് കേട്ടോ. ഇനിയുള്ളത് പല തിക്നെസ്സിലുള്ള വെൽവെറ്റ് യാൺ അല്ലെങ്കിൽ ചെന്നൈയിലെ യാണാണ്. അത് നമുക്ക് ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം, പിന്നെ ടോയ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അങ്ങനെ പല പ്രൊജക്ട്സിലും നമുക്ക് ഈ ഒരു ത്രെഡ്സൊക്കെ യൂസ് ചെയ്യാം. അതിൻ്റെ പല വെറൈറ്റി കളേഴ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ വിശദമായിട്ട് പറയുന്നത് പുതുതായിട്ട് വരുന്നവർക്കൊക്കെ യാൺ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള യാൺസിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് പറയുന്നുണ്ട്. ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു യാണിനെ പറ്റിയും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളതെന്നും ഒക്കെ ഉള്ളത്. ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഹാൻഡിൽ നമുക്ക് ഒരു കോമൺ ഹാൻഡിലാണ് വരുന്നുള്ളത്. ഇത് മെഷർമെൻറ്റ് ടൈപ്പാണ് കേട്ടോ. ഈ പാക്കറ്റിൻ്റെ കൂടെ നമുക്ക് സീസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ മെഷർമെൻറ്റ് ടേപ്പും പിന്നെ സ്റ്റിച്ച് മാർക്കേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിലുള്ള ഹുക്കൊക്കെ ആണ് വരുന്നത്. ഇപ്പോൾ ഞാനുള്ളത് 3rd ഫ്ലോറിലാണ് കേട്ടോ. ഇവിടെയാണ് എനിക്ക് വേണ്ട ടൈപ്പ് കൂടുതലും ഉള്ളത്. ഞാൻ അധികം യൂസ് ചെയ്യുന്നത് കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഗംഗ പോലുള്ള ബ്രാൻഡിൻ്റെ ത്രെഡ്സാണ്. ഹോബി സ്റ്റോർ, ഗംഗ, അങ്ങനത്തെ ഒക്കെ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ പല കളറും യാൺസ് ഇവിടെ ഉണ്ട്. ഞാനിതിൽ കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെറൂൺ കളറ്, വൈറ്റ് കളറ്, പിന്നെ ഒരു സിമെൻറ്റ് കളറ്, അങ്ങനത്തെ ഒക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നൂല് പൊങ്ങി കിടക്കുന്ന ടൈപ്പ് യാണാണ്. എനിക്ക് അങ്ങനത്തെ പൊതുവെ ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് ചെറിയ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് അധികം നൂല് പുറത്തോട്ട് വരാത്ത ടൈപ്പ്, നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കളർ ചേഞ്ച് സ്റ്റാർലൈറ്റിൻ്റെ ബ്രാൻഡിൻ്റെയാണ്. ഞാൻ അതിൻ്റെ കുറച്ച് പ്രൊജക്ട്സും ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ സിൽക്ക് ത്രെഡും അങ്ങനത്തെ സിൽക്ക് ത്രെഡിൻ്റെ പല വെറൈറ്റി കളേഴ്സുമാണ്. ഇതൊക്കെ താഴെ കണ്ടിട്ടുള്ളത് തന്നെയാണ് നമ്മൾ മുകളിൽ കാണുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു കളറ് ഭയങ്കര ഇഷ്ടമായി. ഒരു ഒനിയൻ പിങ്ക് കളറാണ്. പിന്നെ ഇതിൻ്റെ തന്നെ യെല്ലോ കളറ്, ബ്രൗൺ കളറ്, ബ്ലാക്ക് കളറ്, അങ്ങനെ പല വെറൈറ്റീസും ഉണ്ട്. എനിക്ക് 1-2 കളറ് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 100 ഗ്രാമിന് 150 രൂപയൊക്കെയാണ് കേട്ടോ അതിന് വരുന്നത്. ഇതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സിൽക്ക് യാൺസാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പല പ്രൊജക്റ്റുകളും ചെയ്യാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് സാരിയുടെ ടാസൽ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഷോൾ ഉണ്ടാക്കാൻ, പിന്നെ കുറച്ച് ജ്വല്ലറി ഐറ്റംസ്, ആക്സസറീസ് ഒക്കെയാണ് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇത് ഇതിൻ്റെ ടൂളാണ് കേട്ടോ, വൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ യാൺ വൈൻഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ താഴെ നിന്നൊക്കെ കുറേ എണ്ണം സെലക്ട് ചെയ്തു. മുകളിലത്തെ നിലയിൽ വന്നപ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ട കുറേയധികം മെറ്റീരിയൽസ് കണ്ടത്. ഞാനധികം ആൻറ്റി പില്ലിയാണൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ചെറിയ അലർജിക് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം വൂൾ ടെക്സ്ചർ അല്ലെങ്കിൽ ഫർ ടെക്സ്ചർ ഉള്ള ടൈപ്പ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല. ഈ ഒരു ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ബാഗൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ടേബിൾ മാറ്റ് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ എണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബില്ലൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഓരോന്നും അടുത്തൊരു എപ്പിസോഡിൽ വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തേക്കും ബൈ.